നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോർപ്പറേഷനിലെ LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു NDAയിൽ ചേർന്നു. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൃഷ്ണാപുരം ഡിവിഷനിൽ നിന്ന് ഷീബ ബാബു മത്സരിക്കും. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. 29 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം മുന്നിൽ നിൽക്കെ പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങി മുന്നണികൾ. തൃശൂർ കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അധ്യാപകന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് നിരീക്ഷണത്തിൽ. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം പ്രതിസന്ധിയിലായി കൊക്കോ കർഷകർ. ചേലക്കര, പഴയന്നൂർ, എളനാട്, തിരുവല്ലോമല മേഖലയിലെ കർഷകർ കൊക്കോ കൃഷി ഉപേക്ഷിക്കുന്നു. മലയെണ്ണാൻ, അണ്ണാൻ, വെരുക് തുടങ്ങിയവയുടെ ശല്യത്താൽ മേഖലയിലെ കർഷകർ കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. എടത്തിരിഞ്ഞയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. പടിയൂർ കനാൽപ്പാലം സ്വദേശി കോലത്ത് വീട്ടിൽ 64 വയസ്സുള്ള മണിക്കുട്ടനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. കൊണ്ടാഴി പഞ്ചായത്തിൽ ഒന്നാം ഘട്ട BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെക്കുംകര പഞ്ചായത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. ആദ്യഘട്ടത്തിൽ 13 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊബർ ടാക്സി കാറുകൾ വീണ്ടും തടഞ്ഞു. പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ കാറുകൾ തടയുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഊബർ ഡ്രൈവർമാർ. യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇടതു ഭരണസമിതി ബന്ധു നിയമനം നടത്തിയതായി ആരോപിച്ച് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പ്രതിഷേധ പരിപാടി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാൽ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ പ്രിയദർശിനി ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമം കൂട്ടായ്മ ഒത്തുകൂടി. എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് PK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. 100 രാജ്യത്തിന്റെ ദേശീയ മൃഗങ്ങളുടെ പേര് 84 സെക്കൻഡിൽ തെറ്റാതെ പറഞ്ഞതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച UKG വിദ്യാർത്ഥി ആദർശ്. കണ്ടാണശ്ശേരി അരിയന്നൂർ സ്വദേശി നിധീഷ് ഈശ്വരി ദമ്പതികളുടെ മകനായ ആദർശ് ചൂണ്ടൽ ഡീപോൾ EMHSSലെ സ്കൂൾ വിദ്യാർത്ഥിയാണ്. തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തെ പുണ്യവുമായി മഹാലക്ഷദീപം സമർപ്പണം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6-ന് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിക്കും. സത്യസായി ബാബയുടെ 100ാം ജയന്തി ആഘോഷങ്ങൾ ഇന്നു മുതൽ 23 വരെ ഇരിങ്ങാലക്കുടയിൽ വിപുലമായി ആഘോഷിക്കും. സോപാന സംഗീതജ്ഞൻ കാവിൽ ഉണ്ണികൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ 50ഓളം പേർ സംഗീതാർച്ചനയിൽ പങ്കെടുക്കും. നടവരമ്പ് തൃപ്പയ്യ ക്ഷേത്രക്ഷേമ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നാരായണീയ പാരായണ മത്സരം ഞായറാഴ്ച നടക്കും. ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന നാരായണീയ സഭ ഡോക്ടർ മഹേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഡിസംബർ 4-ന് നടക്കും. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള കാർത്തിക സ്തംഭം ഉയർത്തൽ ഈ മാസം 23-ന് നടക്കും. കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച ഗുരുവായൂരിൽ സാന്ത്വന സന്ധ്യ സംഘടിപ്പിക്കും. വൈകിട്ട് പടിഞ്ഞാറെ നടയിൽ കൃഷ്ണപിള്ള സ്ക്വയറിൽ നടക്കുന്ന വാർഷികാഘോഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതത്തിന്റെ തളിക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷനായി. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ സൊലസിന്റെ 18ാം വാർഷികം ശനിയാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. എഴുത്തുകാരി S ശാരദക്കുട്ടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പ്രഖ്യാപനം നടത്തി. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 106ാമത് സംഗമം ശനിയാഴ്ച വൈകിട്ട് സംഘടിപ്പിക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും.
പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ തുളസി ബാലകൃഷ്ണൻ വടക്കുംചേരിയായിരുന്നു യജ്ഞാചാര്യ. മൂന്നാറിൽ ഓൺലൈൻ ടാക്സി തടഞ്ഞ യാത്രക്കാരെ മറ്റൊരു ടാക്സിയിൽ കയറ്റിയയച്ച സംഭവത്തിൽ 3 ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രംഗത്ത്. നിജസ്ഥിതി പരിശോധിക്കാതെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി AP ബാഹുലേയൻ. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിലെ ആലക്കപ്പള്ളി KVT വീട്ടിൽ ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ആദിവാസി ഉന്നതികളിലെയും അംഗനവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ സംബന്ധിച്ച് വിലയിരുത്താനായിരുന്നു സന്ദർശനം. മലക്കപ്പാറ റോഡിലെ ആനക്കയം കുമ്മാട്ടി കലുങ്ക് നവീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെയും നടപ്പാക്കിയില്ല. നവംബർ 10-നകം കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് തുറന്നുകൊടുക്കണമെന്നായിരുന്നു കളക്ടറുടെ ഉത്തരവ്. ഓൺലൈൻ ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കുക, പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ ചെയർമാൻ PK പുഷ്പാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.